ഡോക്ടർ മോഹൻ വർഗീസ്, നമുക്കിനി ഇസ്രയേലിലെ കാര്യങ്ങൾ ചർച്ച ചെയ്തു പോകാം. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ ലക്ഷ്യമിട്ട് രാഷ്ട്രീയ ലയനം നടക്കുന്നു എന്ന വാർത്തകൾ വലിയ ചർച്ചയാകുന്നുണ്ട്. മുൻ പ്രധാനമന്ത്രിമാരായ നഫ്താലി ബെന്നറ്റും യാർ ലാപ്പിഡും തങ്ങളുടെ പാർട്ടികളെ ലയിപ്പിച്ച് ഒന്നിച്ച് മത്സരിക്കാൻ തീരുമാനിച്ചതായാണ് റോയിട്ടേഴ്സ് ഉൾപ്പെടെയുള്ള ചില വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. നഫ്താലി ബെന്നറ്റ് 2026, യാർ ലാപ്പിഡിന്റെ ദെയർ ഈസ് എ ഫ്യൂച്ചർ എന്നീ പാർട്ടികൾ ലയിച്ച് ടുഗദർ എന്ന പുതിയ പാർട്ടിയായി മാറുമെന്നാണ് വിവരങ്ങൾ. നെതന്യാഹുവിന്റെ സഖ്യകക്ഷി സർക്കാരിനെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തുകയാണ് ഇവരുടെ ലക്ഷ്യവും. ഈ നീക്കം ഇസ്രയേൽ രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴി തുറക്കുമോ? ഇസ്രയേലി രാഷ്ട്രീയം കലങ്ങി മറിയുകയാണ്. നമുക്കറിയാമല്ലോ, ഇസ്രയേൽ പലപ്പോഴും ഏകാധിപത്യ പ്രവണതകൾ കാട്ടുന്നുവെങ്കിലും ബെഞ്ചമിൻ നെതന്യാഹുവിനെ കുറിച്ചുള്ള ഗ്ലോബൽ ഇമേജ് ഒരു ബുള്ളി ഇമേജ് ആണ് എങ്കിൽ പോലും ആഭ്യന്തരമായി ഡെമോക്രാറ്റിക് പ്രോസസ്സ് നിലവിലുള്ള രാജ്യമാണ് ഇസ്രായേൽ. അവിടെ പ്രധാന പാർട്ടിയായ ലിക്വിഡ് പാർട്ടിയുടെ നേതാവ് അതാണ് ബെഞ്ചമിൻ നെതന്യാഹു. എനിക്ക് തോന്നുന്നത് ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായിരുന്ന ആളും ബെഞ്ചമിൻ നെതന്യാഹുവാണ്. കഴിഞ്ഞ ഒരു 2-3 പതിറ്റാണ്ടുകൾ എടുത്ത് നോക്കുമ്പോൾ 14 വർഷമാണ്. കഴിഞ്ഞ 12 വർഷത്തിൽ ഇടയ്ക്കുമ്പോഴേക്കും ഒരു ചെറിയ ഇടവേള ഒഴിച്ച് 2021 ഒരു ചെറിയ ഇടവേള, 21 ഒരു 18 മാസത്തേക്ക് അദ്ദേഹത്തിന് അധികാരത്തിൽ നിന്നും മാറി നിൽക്കേണ്ടി വന്നു. അല്ലാതെ കഴിഞ്ഞ സമീപ ഭൂതകാലത്ത് ബെഞ്ചമിൻ നെതന്യാഹുവാണ് ഇസ്രയേലിൻ്റെ പൊളിറ്റിക്കൽ ഡെസിഷൻ മേക്കറായി പ്രവർത്തിച്ചത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ലിക്വിഡ് പാർട്ടിക്ക് ഒറ്റയ്ക്ക് ഇസ്രയേലി പാർലമെൻറ്റായ നെസറ്റിൽ ഭൂരിപക്ഷമില്ല എന്നോർക്കണം. നെസറ്റ് എന്നാണ്, KNESSET എന്നാണ് എഴുതുന്നതെങ്കിലും നെസറ്റ് എന്ന് പറയും. അതിൽ 120 അംഗങ്ങളാണുള്ളത്. അപ്പോൾ അതിൽ ഭൂരിപക്ഷം വേണമെങ്കിൽ 61 അംഗങ്ങളുടെ പേര് ഉണ്ടാകണം, ഒരു സപ്പോർട്ട് ഉണ്ടാകണം. പക്ഷേ അവിടെ ഇന്ത്യയിലുള്ളതുപോലെ ഒരു ഏകാംഗ നിയോജക മണ്ഡലങ്ങളൊന്നുമല്ല. അത് അവിടെ പ്രത്യേക തരത്തിലുള്ളൊരു വോട്ടിംഗ് പാറ്റേൺ ആണ്. പ്രപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയും. ആനുപാതിക പ്രാതിനിധ്യം. അവിടെ ലിസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു സമ്പ്രദായമാണ്. പാർട്ടികളെല്ലാം അവരവരുടെ കാൻഡിഡേറ്റ്സിൻ്റെ ഒരു ലിസ്റ്റ് സമർപ്പിക്കുന്നു. ആ ലിസ്റ്റിനാണ് വോട്ട് ചെയ്യുന്നത്. അപ്പോൾ ലിസ്റ്റ് അനുസരിച്ച്, കിട്ടിയ വോട്ട് അനുസരിച്ച്, ശതമാനം അനുസരിച്ച് ഇന്ന ലിസ്റ്റിൽ നിന്നും, ലിക്വിഡ് പാർട്ടിയുടെ ലിസ്റ്റിൽ നിന്നും ഇത്ര പേർ, അല്ലെങ്കിൽ ഇപ്പോൾ 2 പേരാണ് ഈ ഒരുമിച്ച് വരുന്നതായി സൂചന. അവരും ലിസ്റ്റുകൾ കൊടുക്കും. ആ പാർട്ടികൾ ചേർന്ന് ഒരൊറ്റ പാർട്ടിയായി മാറുകയാണ്. അപ്പോൾ ഈ 2 പാർട്ടികൾ, യായിർ ലിപ്പിഡ് ഒരു 6 മാസം 2022 പ്രധാനമന്ത്രിയായിരുന്ന ആളാണ്. അതുപോലെ നഫ്താലി ബെന്നറ്റ് 1 വർഷം പ്രധാനമന്ത്രിയായിരുന്ന ആളാണ്. ഈ 2 കക്ഷികളും, ഒന്ന് നഫ്താലി ബെന്നറ്റിൻ്റെ പാർട്ടി ഒരു റൈറ്റ് ഓഫ് ദ സെൻറ്റർ പാർട്ടിയാണ്. അതായത് കേന്ദ്രീകൃത ഇസ്രയേലിൻ്റെ മനസ്സ് പൊതുവേ ഒരു ഫാർ റൈറ്റ് മനസ്സുള്ള പാർട്ടികളാണ് അവിടെ ഭൂരിപക്ഷം. ലിക്വിഡ് പാർട്ടിയൊക്കെ കുറേയേറെ എക്സ്ട്രീംലി റൈറ്റിസ്റ്റാണ്. അതിനേക്കാൾ അൾട്രാ റൈറ്റ് ചിന്തകളുള്ള, അതായത് തീവ്ര സയനിസ്റ്റ് ചിന്തയാണ് അൾട്രാ റൈറ്റ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ ചിന്തകളുള്ള പാർട്ടികളുമുണ്ട്. ആ പാർട്ടികളുടെ പിന്തുണയോടുകൂടിയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയായി ബെഞ്ചമിൻ നെതന്യാഹു തുടരുന്നത്. അപ്പോൾ സെൻട്രിസ്റ്റ് പാർട്ടിയായി പൊതുവേ കരുതപ്പെടുന്ന യായിർ ലിപ്പിഡിൻ്റെ പാർട്ടി, അതുപോലെ ജസ്റ്റ് റൈറ്റ് ഓഫ് ദ സെൻറ്റർ, ഫാർ റൈറ്റ് അല്ല, ജസ്റ്റ് റൈറ്റ് ഓഫ് ദ സെൻറ്റർ, ഈ മധ്യഭാഗത്തിന് ചെറുതായി വലത്തോട്ട് ചാഞ്ഞു നിൽക്കുന്ന പാർട്ടി. അപ്പം അത് ബെന്നറ്റിൻ്റെ പാർട്ടിയാണ്, നഫ്താലി ബെന്നറ്റിൻ്റെ പാർട്ടിയാണ്. ഈ 2 പാർട്ടികളും ഒരുമിച്ച് വരുന്നു. അതൊരു ഫോർമിഡബിൾ അലയാണ്. പക്ഷേ അവരോടൊപ്പം തന്നെ ചേർന്ന് നിൽക്കുന്ന ഒരു മുൻ സൈനികൻ ഫ്ലോട്ട് ചെയ്ത ഒരു പാർട്ടിയുണ്ട്. ആ പാർട്ടിയും കൂടെ ചേരുമ്പോൾ ഒരു വയബിൾ ഓപ്പോസിഷനായി 2026 ഒക്ടോബറിൽ ഇസ്രായേൽ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നു. അപ്പോൾ ഈ 3 പാർട്ടികളും കൂടെ ചേർന്ന് ഒരൊറ്റ പാർട്ടിയായി ഒരു പ്രതീക്ഷയോടുകൂടി ടുഗെദർ എന്നാണ്, ഒരുമിച്ച്, ടുഗെദർ ഫോർവേഡ് എന്ന് പറയുമ്പോൾ ഒരുമിച്ച് മുന്നോട്ട് പോകുന്നു. അങ്ങനെയെങ്കിൽ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ പൊളിറ്റിക്കൽ ഫ്യൂച്ചർ എന്താവും? പരാജയപ്പെടുമെന്ന് തീർത്തു പറയാനാവില്ല. കാരണം ഒരു റൈറ്റ് വിങ് പാർട്ടികളുടെ പിന്തുണയുണ്ട്. ഇപ്പോൾ യായിർ ലിപ്പിഡ് മാറി മറിഞ്ഞുമൊക്കെ നിൽക്കുന്ന ഒരാളാണ്. അതുപോലെ ഇദ്ദേഹത്തിന് വലിയൊരു ജനകീയ അടിത്തറയൊന്നും കാര്യമുണ്ടെന്ന് പറയാനാവില്ല. പക്ഷേ ഏറ്റവും അധികം ബുദ്ധിമുട്ട്, പുതിയ പാർട്ടിക്ക് ഏറ്റവും അധികം ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുള്ളത് അറബി പാർട്ടികളുടെ പിന്തുണ നേടുന്ന കാര്യത്തിലാണ്. 2021 ഇസ്രയേലിൽ ഒരു ചെറിയ വിഭാഗം അറബികളുണ്ടല്ലോ. ഇസ്രയേലിലെ ഏതാണ്ട് 90 ലക്ഷം പേര്, 1 കോടിയിൽ താഴെയാണ് ജനസംഖ്യ. അതിൽ
ഏതാണ്ട് ഒരു 10-20 ലക്ഷത്തോളം പേര് പാലസ്തീൻ വംശജരായ അറബികളാണ്. അവർക്ക് വോട്ടുണ്ട്, ഇസ്രായേൽ പൗരന്മാരാണ്, അവർക്ക് വോട്ടുണ്ട് ഇസ്രായേൽ. അപ്പോൾ ആ ആളുകളുടെ വോട്ട്, അവരുടെ പാർട്ടികളുണ്ട്, 2-3 പാർട്ടികളുണ്ട്. അതിൽ ഒരു പാർട്ടി വളരെ പ്രധാനപ്പെട്ട ഒരു അറബ് പാർട്ടിയുണ്ട്. ആ പാർട്ടിയുടെ പിന്തുണ ലിപ്പിഡിനും അതുപോലെ ബെന്നറ്റിനുമാണ്. അത് കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ 2021 18 മാസം ഈ രണ്ടുപേരും കൂടി ചേർന്ന് ഭരിച്ചല്ലോ. ഒരാൾ 1 വർഷവും ഒരാൾ 6 മാസവും ഭരിച്ചല്ലോ. ആ സമയത്തെ 6 പാർട്ടികളുടെ പിന്തുണ ഉണ്ട് എന്നത് ജൂത സമൂഹം എത്രത്തോളം ഒരു സമവായത്തോടുകൂടി എടുക്കും എന്ന് സംശയമുണ്ട്. അതുമാത്രമല്ല, തീരെ റാഡിക്കൽ ഔട്ട്ഫിറ്റുകൾ അവരാണ് ബെഞ്ചമിൻ നെതന്യാഹുവിനെ ഇപ്പോൾ താങ്ങി നിർത്തുന്നത്. അവർ പിന്തുണ പിൻവലിച്ചാൽ, ഏതെങ്കിലും രീതിയിൽ കോംപ്രമൈസിലേക്ക് എത്തിയാൽ ബെഞ്ചമിൻ നെതന്യാഹുവിനെ അവർ പിന്തുണ പിൻവലിച്ചാലും സർക്കാർ ഒരു ന്യൂനപക്ഷ സർക്കാരായി മാറും. അതൊരു വശം. 2, ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ അഴിമതി ആരോപണങ്ങൾ വലിയ രീതിയിലുണ്ട്, ക്രിമിനൽ ചാർജസ് ഉണ്ട്. അതുമാത്രമല്ല, ഒക്ടോബർ 7, 2023 ഇസ്രായേലിലുണ്ടായ സുരക്ഷാ ഭീഷണി, സുരക്ഷാ പാളിച്ച, അതിൽ ബെഞ്ചമിൻ നെതന്യാഹു എന്ന പ്രധാനമന്ത്രിയെ കുറ്റപ്പെടുത്തുന്ന ഒരുപാട് നിയമവശങ്ങളുണ്ട്. ഇതെല്ലാം പരിഗണിക്കുമ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു ഈസ് നോട്ട് എക്സാക്ട്ലി സെറ്റിംഗ് പ്രിട്ടി എന്ന് പറയുകയാണ് ഉചിതം. അതാണ് യഥാർത്ഥ ചിത്രം. അതേസമയം തോൽക്കുമെന്നോ ജയിക്കുമെന്നോ പ്രവചനം നടത്താവുന്ന ഒരു സാഹചര്യമല്ലിത്. ഒരു യുദ്ധത്തിൽ നിൽക്കുമ്പോൾ രാജ്യത്തിൻ്റെ പിന്തുണ രാജ്യത്തിന് പ്രധാനമന്ത്രിക്ക് ലഭിക്കുമെന്നത് ദേശീയതയുമായി കൂടെ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമാണ്. റാഡിക്കൽ തീവ്ര ജൂയിഷ് ദേശീയത, സയനിസ്റ്റ് ഒരു ചിന്ത പരമാവധി പ്രയോജനപ്പെടുത്തി യുദ്ധസമയത്ത് ഇസ്രായേലിന് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ബെഞ്ചമിൻ നെതന്യാഹുവിനെ പുറത്താക്കാൻ പാടില്ല എന്ന് ചിന്തിക്കുന്നവരും ഇസ്രായേലിലുണ്ട്. അപ്പോൾ ഈ 2 വിഭാഗങ്ങൾ തമ്മിലുള്ള ഒരു കടുത്ത പോരാട്ടമാണ് നടക്കുന്നത്. അതുമാത്രമല്ല, ഇതിന് ഇസ്രായേലിലെ ഹോക്കിഷ് ആളുകൾ, ഹാർഡ് ലൈനേഴ്സ്, അതായത് ജൂയിഷ് തീവ്ര ചിന്തയുള്ളവർ ചിന്തിക്കുന്നത് ഏതെങ്കിലും രീതിയിൽ ബെന്നറ്റിൻ്റെ കയ്യിൽ, നഫ്താലി ബെന്നറ്റിനെ പ്രധാനമന്ത്രിയെ അടുത്ത തെരഞ്ഞെടുപ്പിന് ശേഷം തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ പാലസ്തീന് ഭൂമി വിട്ടുകൊടുത്തുകൊണ്ട് അവിടെ സമാധാനം കൊണ്ടുവരില്ലേ, അവിടെ ഇസ്രായേലിൻ്റെ ചെറിയ ഭൂമി നഷ്ടപ്പെടുത്തിക്കൊണ്ട് പാലസ്തീൻ രാഷ്ട്ര പരിഹാരത്തിന് വേണ്ടി അദ്ദേഹം ശ്രമിക്കും. കാരണം പലസ്തീൻ അനുകൂല അറബി പാർട്ടികളുമായാണ് അദ്ദേഹത്തിന് ചങ്ങാത്തം. അതുമാത്രമല്ല, സെൻട്രിസ്റ്റ് പാർട്ടിയാണ് ലിപ്പിഡ് എന്ന് പറയുമ്പോഴും, യായിർ ലിപ്പിഡിൻ്റെ പാർട്ടി, അവരെയൊക്കെ ലെഫ്റ്റിസ്റ്റായിട്ടാണ് ലിക്വിഡ് പാർട്ടിക്കാർ കാണുന്നത്. ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ പാർട്ടിക്കാർ കാണുന്നത് യായിർ ലിപ്പിഡിനെ തീവ്ര ലെഫ്റ്റിസ്റ്റായിട്ടാണ്. അപ്പോൾ അവിടെ ഇടതുപക്ഷമുണ്ട്, ഇസ്രായേലിൽ ഇടതുപക്ഷമുണ്ട്, ഇസ്രായേൽ ക്രൈസ്തവരുണ്ട്, ഇസ്രായേലിൽ ഡ്രൂസ് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അവരെല്ലാം തന്നെ അതൊരു മൾട്ടി കൾച്ചറലാണ്. നമ്മളെപ്പോഴും ഇസ്രായേൽ എന്ന ജൂതരാഷ്ട്രം എന്ന് പറയുമ്പോൾ അവിടെ ജൂതന്മാർ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കും. അങ്ങനെയല്ല, ഒരു മൾട്ടി കൾച്ചറലാണ്. ഇന്ത്യയുടെ അത്രയും വൈവിധ്യമൊന്നും കാണില്ല, ചെറിയ രാജ്യമാണ്, പക്ഷേ അവിടെയും വൈവിധ്യമുണ്ട്. ഈ വൈവിധ്യങ്ങളെല്ലാം പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയ കക്ഷികളും ഉണ്ട് എന്ന് ഓർക്കണം. അപ്പോൾ ഇവർ ഒരു റീ അലൈൻമെൻറ്റ് ഓഫ് ദ പൊളിറ്റിക്കൽ ഫോഴ്സസ് നൗ ഹാപ്പൻ വിത്തിൻ ഇസ്രായേൽ. ഇപ്പം നമ്മൾ യുദ്ധത്തിൻ്റെ കാര്യങ്ങൾ ഏറെ പറയുമ്പോൾ ഇസ്രായേൽ ഉള്ളിൽ നടക്കുന്ന രാഷ്ട്രീയ പ്രക്രിയയെക്കുറിച്ച് അധികം ആരും പറയാതിരുന്നത് കൊണ്ട് തീർച്ചയായും ഈ ചോദ്യം ന്യായമാണ്. ഇസ്രായേലിൻ്റെ രാഷ്ട്രീയം കൂടി മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ എങ്ങനെയാണ് യുദ്ധം, അമേരിക്ക ഇറാൻ യുദ്ധം, ഇതെല്ലാം തന്നെ ഇസ്രായേലി രാഷ്ട്രീയവുമായി കൂടി ചേർന്ന് കിടക്കുന്ന കാര്യമാണ് എന്നതുകൂടി സ്നേഹമുള്ള പ്രേക്ഷകർ മനസ്സിലാക്കുക. ശരിക്കും ഈ ഇസ്രായേൽ രാഷ്ട്രീയത്തിനപ്പുറം, താങ്കൾ പറഞ്ഞ ഇസ്രായേലിലെ രാഷ്ട്രീയത്തിനപ്പുറം അമേരിക്കയെ, പ്രത്യേകിച്ച് ട്രംപിനെ ഈ യുദ്ധത്തിലേക്ക് വലിച്ചിഴച്ച നെതന്യാഹുവിനെ ഈ യുദ്ധത്തിന് ശേഷം കാത്തിരിക്കുന്നത് എന്താണ്? അത് വലിയൊരു ചിന്തയാണ്. വാട്ട് നെക്സ്റ്റ് ആഫ്റ്റർ ദ വാർ, ഇഫ് അറ്റ് ഓൾ വാർ കംസ് ടു എൻ എൻഡ്, വാട്ട് വിൽ ബി ദ ഫേറ്റ് ഓഫ് ബെഞ്ചമിൻ നെതന്യാഹു? യുദ്ധം ഇസ്രായേൽ ആഗ്രഹിച്ചതുപോലെ പൂർണ്ണമായി ഇറാനെ കീഴ്പ്പെടുത്താൻ കഴിയുകയും ഇറാനിൽ ഇസ്രായേലും അമേരിക്കയും ആഗ്രഹിച്ച ഒരു ഭരണമാറ്റം കൊണ്ടുവരികയും കഴിഞ്ഞാൽ ബെഞ്ചമിൻ നെതന്യാഹുവിനെ തൊടാനാവില്ല. ആ ഭരണം തുടരും. ആര് നോക്കിയാലും പുറത്താക്കാനാവില്ല. ഇസ്രായേലിലെ ജനത നല്ല ഭൂരിപക്ഷം നൽകി ലിക്വിഡ് പാർട്ടിയെ അധികാരത്തിലേറ്റും. ബെഞ്ചമിൻ നെതന്യാഹു വീണ്ടും പ്രധാനമന്ത്രിയാവും. ഒരു കാര്യം മാത്രം കൂടെ നോക്കണം, അദ്ദേഹം ഒരു ക്യാൻസർ പേഷ്യൻ്റ് കൂടിയാണ്. ഇപ്പം അടുത്ത കാലത്ത് മറച്ചു വെച്ചിരുന്നൊരു കാര്യമാണ്, പ്രോസ്റ്റേറ്റ് വീക്കം ഉണ്ടായിരുന്നു, അവിടെ എൻലാർജ്മെൻ്റ് ഉണ്ടായിരുന്നു, അത് മാലിഗ്നൻ്റ് ട്യൂമറാണ് എന്ന് കണ്ടെത്തി. അത് വിജയകരമായി ശസ്ത്രക്രിയ ചെയ്തു എന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു ക്ലെയിം ചെയ്യുന്നത്. കുറച്ച് ദിവസം അദ്ദേഹം പുറത്ത് കണ്ടില്ല എന്നതുകൊണ്ട് ഒരുപക്ഷെ അദ്ദേഹം ട്രീറ്റ്മെൻറ്റിലായിരുന്നു എന്ന് ലോകം വിശ്വസിക്കുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി എത്രയും ഉണ്ട്, മുന്നോട്ട് എത്ര പോകാനാവും, അതേക്കുറിച്ചൊരു ഡിബേറ്റബിൾ പോയിൻ്റ് ആണ്. അതവിടെ നിൽക്കട്ടെ. വെൻ അതർ തിങ്സ് റിമെയിൻ ഈക്വൽ, യുദ്ധവിജയം ഇസ്രായേൽ ആഗ്രഹിക്കുന്ന പോലെ ഉണ്ടായാൽ അദ്ദേഹം മുന്നോട്ട് പോകും. പക്ഷേ അങ്ങനെ ഉണ്ടാകുമോ? ഹമാസിനെതിരെ പോലും
പൂർണ്ണമായ വിജയം ഉണ്ടായില്ല എന്നോർക്കണം. ഒരൊറ്റ ഇസ്രയേലി ബന്ദിയെ പോലും ഹമാസ് ബലം പ്രയോഗിച്ച് ഇസ്രയേലിൽ ഹമാസിൻ്റെ തുരങ്കങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തി കൊണ്ടുവരാൻ ആയില്ല എന്നോർക്കണം. അപ്പം ഗാസ അധിനിവേശമൊക്കെ നടന്നു, ഗാസ യുദ്ധം നടന്നു, നാശനഷ്ടം ഉണ്ടാക്കി. അവിടെ ഉണ്ടായിരുന്ന 90% കെട്ടിടങ്ങളും 1.5 ലക്ഷം ജനതയും കൊന്നൊടുക്കി. 1.5 ലക്ഷം ജനങ്ങൾക്ക് അംഗഭംഗം വരികയൊക്കെ ചെയ്തു. കാര്യമായ നാശനഷ്ടങ്ങളാണ്. പക്ഷേ ഇപ്പോഴും ആരെ പരാജയപ്പെടുത്തണമെന്ന് ആഗ്രഹിച്ചോ, ആരെ ഉന്മൂലനാശം ചെയ്യണമെന്ന് ആഗ്രഹിച്ചോ, അത് ഹമാസാണ്. ഹമാസ് ഇപ്പോഴും തുടരുന്നു. ഗാസയിലെ താൽക്കാലിക ഗവൺമെൻറ് ഒരിടത്തുമായിട്ടില്ല. അമേരിക്കൻ എൻജിനീയർഡ് പീസ് പ്രോസസ് ഗാസ പ്ലാൻ, പീസ് പ്ലാൻ ആയിട്ടില്ല, ഒന്നും ആയിട്ടില്ല. അപ്പോൾ ഇസ്രായേൽ എങ്ങനെ ആ ഒരു കാര്യം പ്രോഗ്രസ് റിപ്പോർട്ടിൽ എങ്ങനെ പറയാൻ പറ്റും? അപ്പോൾ ഗാസ പോലും പൂർണ്ണമായി കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത നെതന്യാഹുവിന് നാശനഷ്ടം ഉണ്ടാക്കി. ഗാസ ഒന്നിനും കൊള്ളാത്തൊരു പ്രദേശമായി മാറി, ഒക്കെ കാര്യമാണ്. പക്ഷേ അതെങ്ങനെ ക്രെഡിറ്റ് എടുക്കും? ഗാസയിലെ ജനങ്ങളെ, സ്ത്രീകളെ, കുട്ടികളെ കൊന്നൊടുക്കി എന്ന് പറഞ്ഞതുകൊണ്ട് അതൊരു ക്രെഡിറ്റ് ആകുമോ? വേണ്ടിയിരുന്നത് ഹമാസിനെതിരെ പൂർണ്ണ ആധിപത്യമാണ്. അതുപോലെ ഹിസ്ബുള്ളയ്ക്കെതിരെ പൂർണ്ണമായ വിജയമാണ്. ഇപ്പോഴും ഹിസ്ബുള്ളയുമായി മുട്ടിക്കൊണ്ടിരിക്കുന്നു. ലെബനനുമായി യുദ്ധത്തിലല്ലേ? ലെബനൻ രാജ്യവുമായിട്ടല്ല, ലെബനൻ തെക്കുള്ള ഹിസ്ബുള്ള താവളങ്ങളിലേക്ക് നിരന്തരം മിസൈലുകൾ അയക്കുകയാണ്. ഹിസ്ബുള്ളയെ തിരിച്ചാക്രമിക്കുന്നുണ്ട്. ചെറിയ നാശനഷ്ടങ്ങൾ ഇസ്രായേലിൻ്റെ വടക്ക് ഭാഗത്ത് ഉണ്ടാകുന്നുമുണ്ട്. ബെഞ്ചമിൻ നെതന്യാഹു ഇതൊന്നും തന്നെ അദ്ദേഹത്തിൻ്റെ കണക്ക് പുസ്തകത്തിൽ, പ്രോഗ്രസ് കാർഡിൽ കാണിക്കാനില്ല ജനങ്ങളുടെ മുമ്പിൽ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ. പിന്നെ ഉള്ളത് ഇറാനാണ്. ഇറാൻ എന്ന് പറയുമ്പോൾ ഞാനും മുതലയച്ചനും എന്ന് പറയുന്നത് പോലെയുള്ള അമേരിക്കയാണല്ലോ പ്രധാനമായി ആക്രമണം നടത്തുന്നത് ഇറാനെതിരെ. അമേരിക്ക പോലും 2 ചിന്തയിലാണിപ്പോൾ. പിൻവലിഞ്ഞ് പോയാൽ മുഖം ഇപ്പോൾ രക്ഷിക്കാം എന്ന രീതിയിലാണ് ട്രംപ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ പിന്നെ ഇസ്രായേലിന് പൂർണ്ണ വിജയം ക്ലെയിം ചെയ്യാൻ ആവുന്ന നിലയിലാകുമോ ഒക്ടോബറിലെ തെരഞ്ഞെടുപ്പ് സമയം? ആകുമെങ്കിൽ ഉറപ്പായും ബെഞ്ചമിൻ നെതന്യാഹുവിന് തീർച്ചയായും ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി പദത്തിൽ ഒരു ഊഴവും കൂടി വേണേൽ പ്രതീക്ഷിക്കാം. അത് സാധിക്കുന്ന ഒരു മട്ടില്ല ഇസ്രായേലി ജനതയുടെ ഒരു സഹനശക്തി. കാരണം അവരും മാറ്റം ആഗ്രഹിക്കുന്ന ആളുകളാണ്. അമേരിക്കയിലും മാറ്റം ആഗ്രഹിക്കുന്ന ആളുകൾ. ട്രംപിൻ്റെ ജനപ്രീതി എക്കാലത്തെയും താണ നിലയിലാണ്. 61% ആളുകൾ ട്രംപിൻ്റെ യുദ്ധനയത്തെ തള്ളിക്കളയുന്നു അമേരിക്കയിൽ. ട്രംപ് അനാവശ്യ യുദ്ധമാണ് ഇവിടെ ഇറാനിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് അമേരിക്കൻ ജനത പറയുന്നത്. ട്രംപിന് പൂർണ്ണ സപ്പോർട്ടോടുകൂടി 20% ആളുകളേ ഉള്ളൂ. ന്യൂട്രലായിട്ടുള്ളവരാണ് മറ്റ് 19% ആളുകൾ. ആ രീതിയിലാണ് അമേരിക്കയുടെ പൊതുജനാഭിപ്രായം. ഇസ്രായേലിലെ പൊതുജനാഭിപ്രായം ആ രീതിയിൽ നെതന്യാഹുവിനെതിരെ തിരിയുകയാണെങ്കിൽ നെതന്യാഹു യുഗം അവസാനിക്കും എന്ന് കരുതാം. അതുമാത്രമല്ല, ഒരുപക്ഷെ ഏതെങ്കിലും കാരണത്താൽ തിരഞ്ഞെടുപ്പ് നീട്ടിവെക്കേണ്ട കാര്യം അങ്ങനെ വരില്ല എന്ന് പ്രതീക്ഷിക്കാം. യുദ്ധ സാഹചര്യത്തിൽ എങ്ങനെ സുഗമമായി ഒരു തിരഞ്ഞെടുപ്പ് നടത്താൻ കഴിയും? ഒക്ടോബറിൽ യുദ്ധം മൂർച്ഛിക്കുന്നു എന്ന് കരുതുക. ഇറാനിൽ നിന്ന് നിരന്തരം മിസൈലുകൾ വന്ന് വീഴുന്നു. യുദ്ധസമാനം വീണ്ടും ഒരുപക്ഷെ നാഷണൽ ഗവൺമെൻറ് എന്ന നിലയിൽ കുറച്ചുകൂടി നീട്ടിക്കൊണ്ട് പോകാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാവില്ല. അതുകൊണ്ട് ഇസ്രായേൽ രാഷ്ട്രീയം ആകെ ഇത്രയും മാത്രം പറയാൻ സാധിക്കും. ഇസ്രായേലി രാഷ്ട്രീയം കലങ്ങി മറിഞ്ഞ ഒരു നിലയിലാണ്. അമേരിക്കയുമായുള്ള ഇസ്രായേലിലെ ബന്ധം ആര് പ്രധാനമന്ത്രിയായിരുന്നാലും അമേരിക്കയുമായുള്ള ബന്ധം തുടരും. പക്ഷേ ട്രംപ് അമേരിക്കയിലും ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേലിലും വാഴുമ്പോൾ അവർ തമ്മിലുള്ള സവിശേഷമായ ഒരു കൂട്ടുകെട്ട് അത് ലോക സമാധാനത്തിന് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നത് നിഷ്പക്ഷമതികളായ ആളുകൾ സമ്മതിക്കും. പക്ഷേ ട്രംപ് അമേരിക്കയിൽ മാറുകയും ഇസ്രായേലിൽ അത് മാറാൻ ഒരു സാധ്യതയുമില്ല. ഇംപീച്ച്മെൻറ്റിലൂടെ അല്ലാതെ ഒരു പ്രസിഡന്റിനെ പുറത്താക്കാനാവില്ല. ആ ഘട്ടത്തിലേക്കൊന്നും നിന്നിട്ടില്ല. ഇപ്പോൾ സാധ്യത തള്ളിക്കളയാനും ആവില്ല. പക്ഷേ ഇപ്പോഴതില്ല. പക്ഷേ ബെഞ്ചമിൻ നെതന്യാഹുവിന് ഒരുപക്ഷെ അധികാരം നഷ്ടപ്പെട്ടാൽ സമവാക്യങ്ങളിൽ മാറ്റം വരും. സമാധാന പ്രക്രിയയ്ക്ക് അപ്പോഴാണോ ഇനിയും ആയം വെക്കുന്നത് എന്നും അറിയാനാവില്ല.